അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് അൽഫോൺസ ജോജു. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. കുരിയാച്ചിറയിന്ന് വരുന്നു, തൃശ്ശൂര് കുരിയാച്ചിറയിന്ന് വരുന്നു. ഇവൻ SLC CBSE ബോർഡ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ ജനുവരി 27 ഇവിടെ വരുന്നത്. ഫെബ്രുവരി 17 ഇവന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നന്നായി പഠിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവന് മൊബൈൽ നോക്കുക. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ സാധിക്കണില്ല. ഒരു 15 മിനിറ്റ് ഏറി വന്ന ഒരു അരമണിക്കൂർ നേരം അവൻ പഠിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവൻ ആകെ അസ്വസ്ഥതയായി. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒലിവ് ഓയിൽ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് അവന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഒലിവ് ഓയിൽ അവന് കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അതേപോലെ ഒരു വ്യത്യാസമില്ല, ആകെ 20 ദിവസം എക്സാമിനുള്ളൂ. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച ഞങ്ങളിവിടെ വന്നു, വീണ്ടും പ്രാർത്ഥിച്ചു, വീട്ടിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ട്യൂഷന് പോകണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നെക്സ്റ്റ് ടോപ്പേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടോട്ടാ, നല്ല ക്ലാസ്സാന്ന് പറഞ്ഞു. അവിടെ നിന്ന് അത് അവൻ കാണാൻ തുടങ്ങി. 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. അരമണിക്കൂർ ഇരിക്കാൻ പറ്റാത്ത ഇവൻ നമ്മളൊന്നും പറയാതെ തന്നെ 5 മണിക്കൂറും അവനിരുന്ന് ക്ലാസ് കേൾക്കും. അത് കഴിഞ്ഞ് ആദ്യത്തെ എക്സാം മാത്സാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്ലാസ് ഉണ്ട്. അതങ്ങനെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു, എങ്ങനെയാണ് ഇവനിരുന്ന് പഠിക്കണേന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പഠിക്കാനുള്ളൊരു കൃപ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നന്നായി പഠിച്ചു. എക്സാം എഴുതി, റിസൾട്ട് വന്നു 90 പോയിൻ്റ്. അപ്പോൾ കൗൺസിലിങ് ചെയ്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു 85% കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു, ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും 70%, 60%, 50 അത്രയിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും എന്താ ജോയല ഇങ്ങനെയും ചോദിക്കും. അപ്പോൾ പറയും ഫൈനൽ എക്സാമിനൊക്കെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. അപ്പോൾ 85% കാണുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമായി, 85% കിട്ടുമല്ലോ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞ് ഞാൻ ഈശോയോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ 90 ഓർ എബവ് കിട്ടുന്നവരെ ഫ്ലെക്സ് വയ്ക്കും സ്കൂളിൽ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പഠിക്കണവരായതുകൊണ്ട് അതിൽ പെടും. അപ്പോൾ ഇവൻ മാത്രം അതിൽ പെടാണ്ട് വരുമ്പോൾ ഇവനൊരു മനസ്സിനൊരു വിഷമമുണ്ടാവും. എൻ്റെ ഈശോയെ, എൻ്റെ ഒരു ആഗ്രഹമാണ് 90 എനിക്ക് തരണേ, ഒരു പോയിൻ്റ് പോലും കൂടുതൽ തരണ്ട, ആ ഫ്ലെക്സിലൊന്നും അവൻ പെടാം, അവന് അതിനെ പ്രതി ഒരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കും. എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 90.4% ഇവനെ കിട്ടി. കോടാനക്കോടി ഈശോയ്ക്ക് മാതാവിനെ നന്ദി പറഞ്ഞു. അച്ഛനൊരു ഉപകരണമാക്കി, അച്ഛൻ്റെ ശക്തമായ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാനിവനോട് പറയും, നിൻ്റെ കഴിവല്ല, ഈശോ ഇടപെട്ടു, അവിടെ പോയതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടി. നീ എല്ലാം എഴുതിയത് പരിശുദ്ധാത്മാവ് എഴുതി. കോടാനക്കോടി നന്ദി ഈശോയ്ക്ക്. ജോയല് വചനം കേട്ടതുകൊണ്ട്, വചനം പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് ജോയല് 90.4% മേടിച്ച് അവനൊരു സംഭവമായിട്ട് മാറി. അല്ലേ ലിയ? അവനെ വന്ന ദിവസമൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം അത്ര അതായിട്ട് മൊബൈലോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയെ ബാധിക്കും. അതൊരു അരമണിക്കൂറോ 10 മിനിറ്റോ 20 മിനിറ്റോ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാ മേഖലയും പ്രാർത്ഥിക്കാനോ കുർബാനയ്ക്ക് പോയാലോ ഇരിക്കാനും പറ്റില്ല. അല്ലേലിയാ? നമുക്കൊരു വചനം കൂടി കാണാം. അതിൻ്റെ ഇത് പറയുന്ന പ്രകാരമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2:18 പറയാണ് പ്രകാരം, അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടരെയും പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഒരേ ആത്മാവ്. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരിലും ഒരേ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത്, ഇപ്പോൾ ചേച്ചി ചോദിച്ചത് എല്ലാവർക്കും ഫ്ലെക്സ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവനോട് മനസ്സിനൊന്നുണ്ട്. അതുകൊണ്ട് കർത്താവേ എനിക്ക് 90 മതി, 90.1 വേണ്ട. കർത്താവ് എന്ത് ചെയ്തു? 90.4 കൊടുത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കിട്ടും. ഒരേ ആത്മാവിൻ്റെ ശക്തി കുടുംബത്തിൽ നിറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം ദൈവം ചെയ്തു തരും. അതാണ് എഫെസോസ് 2:18. അല്ലേ?